കേരളത്തിലെ 36 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കി പ്രവർത്തിക്കാൻ കഴിഞ്ഞുവെന്നുള്ള സർവകാല റെക്കോർഡ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ എളമരം കരീമനാണെന്ന് പറയാൻ ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുകയാണ്. മനസ്സിലാക്കാൻ സാധിച്ചു. ലോകപ്രശസ്തമായ പല കമ്പനികളും ഈ ക്യാമ്പസിൽ അവരുടെ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ സ്പേസ് ബിൽഡ് ചെയ്ത് വരുമ്പോഴേക്ക് തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട പല കമ്പനികളുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. 60,000 പേർക്ക് ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ IT-യിൽ ഒരു ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് 1.5 ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റും കൂടി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ 60,000 ഡയറക്റ്റ് എംപ്ലോയ്മെന്റിന് പുറമെ ഏതാണ്ട് 100,000-ഓളം ഇൻഡയറക്റ്റ് എംപ്ലോയ്മെന്റ് സ്വാഭാവികമായും ഇത് ക്രിയേറ്റ് ചെയ്യും. കളമശ്ശേരിയും എറണാകുളവും എവിടെ എത്തുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തൊട്ടടുത്ത് കാക്കനാട് സ്മാർട്ട് സിറ്റിയുടെ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് അവരുമായിട്ടുള്ള കരാർ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത് പാട്ടക്കരാർ ഒപ്പുവെക്കുക എന്ന ഒരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത്. ആ പാട്ടക്കരാർ വ്യവസ്ഥ നമ്മൾ പലരും നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ മറ്റു പലരെയും പ്രശംസിക്കാൻ പോകാറുണ്ട്. വല്ലാർപാടം കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിലേക്കുള്ള കണക്ടിവിറ്റിക്ക് റോഡിനാവശ്യമുള്ള സ്ഥലം അക്വയർ ചെയ്തു കൊടുത്തു. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ റെയിൽ പാത, റെയിൽ ഓവർ ബ്രിഡ്ജ് കേരളത്തിലാണ് ഉണ്ടാക്കിയത്. റെക്കോർഡ് ടൈമിൽ അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു. എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിച്ചു കൊടുത്തു. റോഡിനാവശ്യമുള്ള സ്ഥലം ഏറ്റെടുക്കുമ്പോൾ വീടുകൾ ഒഴിഞ്ഞു മാറി താമസിക്കേണ്ടവർക്ക് പകരം സർക്കാർ കേരള ഗവൺമെന്റ് ഭൂമി കൊടുത്തു. വീട് നിർമ്മിക്കാൻ പണം കൊടുത്തു. ആ വീട് നിർമ്മിക്കുന്നത് വരെ ഓരോ കുടുംബത്തിനും പ്രതിമാസം 5,000 രൂപ വാടക ഇനത്തിൽ 5,000 രൂപ വീതം കൊടുത്തു.